ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡബ് ഫാക്ടറി. ഇന്നത്തെ നമ്മുടെ മൂവി 2025 പുറത്തിറങ്ങിയ ഒരു അടിപൊളി ത്രില്ലർ മിസ്റ്ററി മൂവിയാണ് കേട്ടോ. പുറമെ ഭയങ്കര കാം ആൻഡ് കൂളായ ഒരു വീട്. അവിടേക്ക് വീട്ടുജോലിക്കായിട്ട് വരുന്ന നമ്മുടെ നായക മില്ലി. നമ്മുടെ മില്ലിയും ആള് ചില്ലറക്കാരിയൊന്നും അല്ല. അങ്ങനെ കുറെ ടേസ്റ്റും ത്രില്ലറും ഒക്കെ ഉള്ള നമ്മുടെ മൂവിയിലേക്ക് കിടക്കാം. മില്ലി ഒരു മെയ്ഡിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ വീട് കണ്ടിട്ട് തന്നെ അവളുടെ കിളി പോയി. അമ്മാതിരി ഒരു വീട്. ഇവളാണ് നിന. പുള്ളിക്കാരിക്കാണ് മെയ്ഡിന് വേണ്ടത്. ആക്ച്വലി നീ ഓവർ ക്വാളിഫൈഡ് ആണ് മില്ലി. ഒരു ഡിഗ്രിയും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാൾ എന്തിനാ ഹൗസ് മെയ്ഡിന്റെ ജോലിക്ക്? നിനക്ക് വേറെ ജോലി നോക്കിക്കൂടെ? എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്. ഓക്കെ ശരി, നിന്റെ ജോലികൾ എന്താന്ന് വെച്ചാൽ ക്ലീനിങ്, കുക്കിംഗ്, പിന്നെ എന്റെ മകൾ സിസിലിയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഞാൻ എന്ത് വേണേലും ചെയ്യാം, എനിക്ക് നിങ്ങൾ ജോലി തന്നാൽ മതി എന്നാണ് മില്ലിക്ക്. പിന്നെ ആ വീടൊക്കെ മില്ലി കാണിക്കുവാണ്. ആ വീട് ഒരു തവണ ക്ലീൻ ചെയ്യാൻ തന്നെ മില്ലിക്ക് ഒരു ദിവസം തന്നെ വേണ്ടിവരും. സത്യം പറഞ്ഞാൽ ആ വീട് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അവിടെ ഏറ്റവും മുകളിലാണ് മില്ലിയുടെ റൂം. ഒരു അടിപൊളി റൂം. നിനക്ക് ഇവിടെ എന്ത് വേണേലും ചെയ്യാം. ഉച്ചത്തിൽ പാട്ട് വെക്കാം, ഡാൻസ് കളിക്കാം, സൗണ്ട് ഒന്നും താഴേക്ക് കേൾക്കില്ല. ശരി, എന്തായാലും നീ ഇപ്പൊ പോയിക്കോ. നിന്നെ സെലക്ട് ചെയ്താൽ ഞാൻ അറിയിക്കാം. സത്യം പറഞ്ഞാൽ മില്ലിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം എങ്ങാനും നിന്നെ മില്ലിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ കഴിഞ്ഞു. അവൾക്ക് സ്വന്തമായി വീട് പോലും ഇല്ല. പബ്ലിക് ടോയ്ലറ്റിലാണ് കുളിയും നനയും ഒക്കെ നടത്തുന്നത്. പിന്നെ ഉറക്കവും തീറ്റയും ഒക്കെ കാറിലും. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അവളുടെ ഫ്രണ്ടിനെ ഒരുത്തൻ റേപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ആ ചെറുക്കനെ മില്ലി കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10 വർഷം മില്ലി ജയിലിലായിരുന്നു. അവളിപ്പോൾ പരോളിലാണ്. ഈ ഒരു കാരണം കൊണ്ട് വീട്ടുകാരും മില്ലിയെ അടുപ്പിക്കില്ല. എങ്ങനെയും ഒരു ജോലി ഒപ്പിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കള്ള റെസ്യൂം ഉണ്ടാക്കി മില്ലി നിന്നയുടെ അടുത്ത് വരെ എത്തിയത്. നിന്നെ അന്വേഷിച്ചിട്ട് വിളിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മില്ലിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എങ്ങാനും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ അതും തീരുമാനമായി. ഒരു ദിവസം രാവിലെ ഒരു കോൾ. ആ ഹൗസ് മെയ്ഡിന്റെ ജോലിയിൽ മില്ലിയെ സെലക്ട് ചെയ്തു എന്ന് പറയാനുള്ളൊരു കോളായിരുന്നു അത്. കേട്ടപാടെ മില്ലി അങ്ങോട്ടേക്ക് പോയി. ഗേറ്റിന് മുൻപിലെത്തി അവൾ അവിടെ മറ്റൊരു പണിക്കാരനെയും കണ്ടു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ മില്ലിയുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം എത്രയൊക്കെ അലങ്കോലമാക്കാൻ പറ്റുമോ അത്രയും അലങ്കോലമായി കിടക്കുവാണ് ആ വീട്. ആ മില്ലി, നീ വന്നോ? എനിക്കൊരു സ്പീച്ച് തയ്യാറാക്കാനുണ്ട്. നീ പോയി റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞ് നിന്നെ തന്നെ മില്ലിയുടെ ബാഗൊക്കെ ആയിട്ട് മുകളിലേക്ക് ഓടുവാണ്. ഇനി നിന്നെയെങ്ങാനും വീട്ടിലേക്ക് ഒരു ഓണറിനെ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണോ നടത്തിയത്? മില്ലി അവിടെയൊക്കെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോഴാണ് ആൻഡ്രൂവും സിസിലിയും വന്നത്. ആൻഡ്രൂ ആണ് നിനയുടെ ഹസ്ബൻഡ്. ആക്ച്വലി മില്ലിയെ മെയ്ഡ് ആയിട്ട് വെച്ച കാര്യം ആൻഡ്രൂ അറിഞ്ഞിട്ടില്ല. സംഭവം നിന പ്രഗ്നന്റ് ആണെന്നും ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരി ആ കാര്യം ഇതുവരെ ആൻഡ്രൂവിനോട് പറഞ്ഞിട്ടില്ലെന്നാണ് നിന അന്ന് ഇന്റർവ്യൂവിൽ വന്നപ്പോൾ മില്ലിയോട് പറഞ്ഞത്. അന്ന് മില്ലി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു. അതായത് ഒരു പെൺകുട്ടിയും അമ്മയും അച്ഛനും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു മിനിയേച്ചർ. അതിൽ ആ കുട്ടി മാത്രം അച്ഛന്റെയും അമ്മയുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നു. ആദ്യം അവൾക്ക് എന്തോ പോലെ തോന്നിയെങ്കിലും പിന്നെ മൈൻഡ് ചെയ്തില്ല. രാത്രി മില്ലി തന്റെ റൂമിൽ വന്നപ്പോൾ അതിന്റെ ഡോറിന്റെ കീ ഇല്ല. മില്ലി ഇങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് നീന മില്ലിക്കുള്ള ഫുഡും ആയിട്ട് റൂമിലേക്ക് വന്നത്. ആക്ച്വലി ഇതിപ്പോ ആരാ മെയ്ഡ്? നീന, എനിക്ക് ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി തരാമോ? ഇല്ല നീന, അത് തുറക്കാൻ പറ്റില്ല. ശരി, ഞാൻ വന്നപ്പോ പുറത്ത് ഒരാളെ കണ്ടിരുന്നു. ഓ, അതിവിടെ പുറമണിയൊക്കെ ചെയ്യുന്ന ആളാ, നീ മൈൻഡ് ചെയ്യണ്ട. ദാ നീത് വെച്ചോന്നും പറഞ്ഞ് നിന്നെ ഒരു ഫോണും മില്ലിക്ക് കൊടുത്തു. നിനക്ക് എന്ത് പേയ്മെന്റ് വേണേലും ഇതിൽ നിന്ന് ചെയ്യാം. എന്താ അല്ലേ? പോകാൻ നേരം താങ്ക് യു മില്ലി എന്നും പറഞ്ഞ് ഒരു ഹഗ്ഗും കൊടുത്തു. ഇനി ഒരു അരപ്പിടി ലൂസ് ആണോ എന്ന് മില്ലിക്ക് വരെ തോന്നി. അടുത്ത ദിവസം മില്ലി എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയി. ചാടി പിടിച്ച് എഴുന്നേറ്റ് ഡോറ് തുറക്കാൻ നോക്കിയത് നോ രക്ഷ. അവസാനം സകല ദൈവങ്ങളെയും വിളിച്ച് അവൾ ഒരുവിധം അത് തുറന്നു ചെന്നപ്പോ ഭ്രാന്ത് പിടിച്ച പോലെ നിന്നെ എന്തോ തിരയുവാണ്. നിന്നെ എന്ന് വിളിച്ചതേ മില്ലിക്ക് ഓർമ്മയുള്ളൂ. നിന്റെ കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത് തറയിൽ ഒറ്റയേറ്. എവിടെ എന്റെ PTA നോട്ട്സ്? ഞാൻ ഇവിടെ വെച്ചതാണ്, ഇപ്പോൾ ഇത് കാണുന്നില്ല. ഞാൻ നിന്റെ നോട്ടൊന്നും എടുത്തിട്ടില്ല. നിന്നെ ഒരുമാതിരി വട്ട് പിടിച്ച പോലെ നോക്കുവാണ്. അപ്പോഴേക്ക് ആൻഡ്രൂ അങ്ങോട്ടേക്ക് വന്നു. ഒരുവിധം അവൻ അവളെ ഓക്കെ ആക്കി. മില്ലിനെ പേടിക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇവൾ ഒരു പേര് ലൂസ് ആയ പോലെ പെരുമാറാറുണ്ട്. അടുത്ത ദിവസം അത് ശരിയായിക്കോൾ. മില്ലി വേസ്റ്റ് കളയാൻ പുറത്തേക്ക് വന്നപ്പോൾ അവൻ എന്തോ അവളോട് പറയാൻ തുടങ്ങിയതും അതാ നിന വിൻഡോയിൽ കൂടി നോക്കുന്നു. തുറന്ന വാ അതുപോലെ അടച്ച് അവൻ പണി നോക്കിപ്പോയി. അന്ന് രാത്രി മില്ലി നിനയുടെയും ആൻഡ്രൂവിന്റെയും പ്രൊഫൈലൊക്കെ നോക്കി കിടക്കുവാണ്. മില്ലിക്ക് എന്തൊക്കെയോ ക്രഷ് ആൻഡ്രൂവിനോട് തോന്നുന്നുണ്ട്. ആൻഡ്രൂവും മില്ലിയോട് ചെന്ന് ഒന്ന് മുട്ടാനൊക്കെ നോക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നിന്ന മില്ലിയോട് നീ ഇവിടെ സേഫ് ആണോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, ഇതാ നീ ചോദിച്ച കീ. ആക്ച്വലി സാറ്റർഡേ മില്ലിക്ക് ഓഫാണ്. മില്ലി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും നീ എവിടെ പോകുക? ഞാൻ ഇന്ന് സലൂൺ വരെ പോകാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കിന്ന് ഓഫ് എടുക്കാൻ പറ്റില്ല. ഇല്ല, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ സിസിലിയെ ആര് നോക്കും? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട, ഞാൻ സിസിലിയും കൊണ്ട് പാർക്കിൽ പോകുവാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എപ്പോഴേലും വന്നാൽ മതി. പക്ഷെ നിനക്ക് അത് അത്ര പിടിച്ചില്ല. സത്യം പറഞ്ഞാൽ മില്ലി അവളുടെ പരോളിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കോർട്ടിലേക്ക് വന്നതായിരുന്നു. അവൾ എവിടെ ജോലി ചെയ്യുന്നു അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഓഫീസിൽ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അതാ നിനയുടെ കോൾ. സിസിലി ബാലറ്റ് ക്ലാസ്സിലാണ്. ഇപ്പോ അവളുടെ ക്ലാസ് കഴിയും, പെട്ടെന്ന് അവളെ പിക്ക് ചെയ്യാൻ പോണം. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എവിടെയാണ് ക്ലാസ് നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള
ചിന്തിക്കാനുള്ള സാവകാശം പോലും മിലിക്ക് കിട്ടിയില്ല. മിലി നേരെ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്ത് പോയി സഹായം ചോദിച്ചു. അടുത്ത ബാലറ്റ് ക്ലാസ് നടക്കുന്ന സ്കൂൾസ് ഏതൊക്കെയെന്ന് സെർച്ച് ചെയ്ത് നോക്കി. അവസാനം ഒരുവിധം മിലി സിസിലിയുടെ സ്കൂൾ കണ്ടുപിടിച്ചു. സിസിലി, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഇല്ല, ഞാൻ ഇന്ന് എമയുടെ കൂടെയാണ്. ഒരു പാർട്ടിയുണ്ട്. ആക്ച്വലി ഈ പാർട്ടി ഒരാഴ്ച മുൻപേ പ്ലാൻ ചെയ്തതാണ്. നിന്നയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ചിലപ്പോൾ നിന്നയുടെ മനസ്സ് മാറിക്കാണും. അതായിരിക്കും ഇപ്പോൾ സിസിലിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. ശരി, നിനക്ക് ഡൗട്ട് ആണെങ്കിൽ ഞാൻ നിനയെ വിളിച്ചു ചോദിക്കാം. എമ്മയുടെ അമ്മ ഉടനെ തന്നെ നിനയെ വിളിച്ചു. നിനെ ആണെങ്കിൽ മിലിയോട് സിസിലിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതേ ഇല്ലാത്ത പോലെയാണ് അവരോട് സംസാരിച്ചത്. മിലി വീട്ടിലെത്തിയത് നിന ആൻഡ്രൂവിന്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൻ എല്ലാ പ്ലേറ്റിലൊന്നും ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ചൈനയിൽ നിന്ന് പ്ലേറ്റ് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് അമ്മച്ചി. ഈ ആൻഡ്രൂവിന്റെ അമ്മ അവരുടെ കൂടെ അല്ല കേട്ടോ നിൽക്കുന്നത്. രാത്രി മിലിയുടെ റൂമിലെ ആ വിൻഡോയിൽ നിന്നുള്ള വെട്ടം കാരണം ഉറക്കം വരാത്തത് കൊണ്ട് അവൾ നേരെ താഴേക്ക് ചെന്ന് TV ഒക്കെ കണ്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് ആൻഡ്രൂ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുവാണ്. നിന്നയുടെ പാരന്റ്സ് ഒക്കെ എവിടെയാണെന്ന് മിലി ആൻഡ്രൂവിനോട് ചോദിക്കും. അവളുടെ പാരന്റ്സ് ഒക്കെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചു. പക്ഷെ അത് എങ്ങനെ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. അതിൽ നിന മാത്രമാണ് രക്ഷപ്പെട്ടത്. പോലീസുകാരെല്ലാം സംശയിച്ചത് നിനയായിരുന്നു. അത് നിനയെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിന അങ്ങോട്ടേക്ക് വരും. നീ എന്താ ഇവിടെ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഇവിടെ? നമ്മൾ TV കാണുവാണ്. ഈ വെളുപ്പിന് 2 മണിക്കോ? ശരി, ഞാൻ ഉറങ്ങാൻ പോവുക എന്ന് പറഞ്ഞ് ആൻഡ്രൂ നൈസിന് അവിടുന്ന് സ്കൂട്ടായി. ശരി, നീ നാളെ തന്നെ പെട്ടിയും കിടക്കെ എടുത്ത് സ്ഥലം വിട്ടോണം. നിന്നെ ഞാനൊന്നും ചെയ്തില്ല. ആൻഡ്രൂ ഇവിടേക്ക് വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. ശരി, ഇനി തന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും മിലി നിനക്ക് ഉറപ്പ് കൊടുത്തു. പിന്നെ നിന്റെ ഡ്രസ്സിംഗ് ഒക്കെ മര്യാദക്കായിരിക്കണം. മിലി ഓക്കെ പറഞ്ഞ് മുകളിലേക്ക് പോയി. അടുത്ത ദിവസം തൊട്ട് മിലി കട്ട പണിയിലാണ് കേട്ടോ. നീനയുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. മിലി ഇങ്ങനെ അവരുടെ സംസാരം കേൾക്കാനിടയായി. ആക്ച്വലി നമ്മളൊരു സെക്കൻഡ് ബേബിക്ക് പ്ലാൻ ചെയ്യുവാണ്. അതുകൊണ്ട് സിസിലിയെ നോക്കാൻ നമ്മളൊരു ബേബി സിറ്ററിനെ നോക്കുന്നുണ്ട്. ഇത് കേട്ട് കൂട്ടത്തിലെ ഒരാൾ, നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പ്രഗ്നന്റ് ഒന്നുമല്ല. അതിനായി ഞാനും ആൻഡ്രൂവും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുവാണ്. മിലിക്കാണെങ്കിൽ ആകെ വട്ടാകും. കാരണം നിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞല്ലേ മിലിയെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തേ. പിന്നെ ഇപ്പോ പറയുന്നു പ്രഗ്നന്റ് അല്ലെന്ന്. ആ സമയത്ത് നിനക്ക് ഒരു കോൾ വരും. അവൾ പോയ സമയത്തിന് അവിടെ ഇരുന്ന് അവളുടെ കൂട്ടുകാരികൾ ഓരോന്ന് പറയുവാണ്. അതായത് 9 മാസത്തോളം നിന മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അതുപോലെ ഈ ആൻഡ്രൂ എങ്ങനെ ഈ ക്രാക്ക് പിടിച്ച പെണ്ണിനെ സഹിക്കുന്നോ എന്തോ എന്നൊക്കെ. ഇതെല്ലാം മിലി കേൾക്കുവാണ്. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി. അവൾക്ക് ആൻഡ്രൂവിന്റെ കാര്യം ഓർത്തപ്പോൾ സഹതാപം തോന്നി. അന്ന് രാത്രി നിന മിലിയുടെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, നാളെ ഞാനും ആൻഡ്രൂവും പുറത്തു പോകുന്നുണ്ട്. എനിക്കറിയാം നാളെ നിനക്ക് ഓഫ് ആണെന്ന്. പക്ഷെ നീ സിസിലിയുടെ കാര്യം നോക്കണം. വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മിലി ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം അവർ രണ്ടുപേരും പോയ ശേഷം മിലി അവരുടെ റൂമൊക്കെ ചെക്ക് ചെയ്തു. അവിടെ നിന്ന് അവൾക്ക് ഒരു മരുന്നിന്റെ തന്നെ കുറെ ബോക്സ് കിട്ടി. അതൊക്കെ സൈക്കാട്രി മെഡിസിൻസ് ആയിരുന്നു. അവൾ വേഗം അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, എനിക്ക് മറ്റെവിടെയെങ്കിലും ജോലി ശരിയാക്കി തരുമോ? എന്ത് ജോലി വേണേലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന സിസിലി, നീ ഇവിടെ നിന്ന് പോകുവാണോ എന്ന് ചോദിച്ചു. ഞാനോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ കേട്ടത് മാറിപ്പോയതാകും. അന്ന് രാത്രി മിലിയും സിസിലിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ പുറത്തു പോയിട്ട് വന്ന നിന കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുവാണ്. മിലി ആൻഡ്രൂവിനോട് കാര്യം തിരക്കും. അത് മിലി, ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്നാണ്. എനിക്കാണെങ്കിൽ കുറെ കുട്ടികൾ വേണമെന്നും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മകളായിട്ട് സിസിലി ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? അതെ, പക്ഷെ സിസിലി നിനയുടെ മാത്രം മകളാണ്. സിസിലിയുടെ ബയോളജിക്കൽ ഫാദർ അല്ല ഞാൻ. എന്റെ ചോരയിൽ ഒരു കുട്ടിയെങ്കിലും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതിരുന്ന മിലി പുറത്തേക്ക് വന്നപ്പോൾ ആൻഡ്രൂവിന്റെയും നിനയുടെയും റൂമിൽ പൊരിഞ്ഞ് വഴക്കം നടക്കുവാണ്. ഹലോ, എന്താ പ്രശ്നം? പെട്ടെന്നൊരു ഭദ്രകാളിയെ പോലെ നിന ഡോർ തുറന്നിട്ട്, നിനക്ക് എന്താ വേണ്ടത്? നിനയുടെ കയ്യിലാണെങ്കിൽ പൊട്ടിയ ഒരു ഗ്ലാസിന്റെ കഷ്ണവും അതിൽ ചോരയും. ഇവളിനി ആൻഡ്രൂവിനെ വല്ലതും ചെയ്തു കാണുമോ എന്ന പേടിയായി മിലിക്ക്. ആൻഡ്രൂ, നീ ഓക്കെ ആണോ? അപ്പോഴേക്കും ആൻഡ്രൂ അങ്ങോട്ടേക്ക് വന്ന് ആ ഗ്ലാസ് പിടിച്ചു വാങ്ങി ആ ഡോർ അങ്ങ് അടച്ചു. അടുത്ത ദിവസം രാവിലെ നീന വന്ന് മിലിയോട്, സോറി, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞതിന്. അതൊക്കെ ഇവിടെ, ഈ ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ നിനക്കുള്ളതാ മില്ലി. ഇവളെന്താ അന്യന്റെ വല്ല ഫീമെയിൽ വെർഷൻ എങ്ങാനും ആണോ? ഈ സാറ്റർഡേ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട്. നീ എനിക്കും ആൻഡ്രോയിനും 2 ടിക്കറ്റ് എടുക്കണം. കൂടാതെ ഞങ്ങൾക്ക് താമസിക്കാൻ ലക്ഷറി ഹോട്ടലിൽ ബുക്ക് ചെയ്യണം. സംഭവം എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം നടക്കുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ മിലയ്ക്ക് ഓഫ് ആണെന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും ഓരോ പണിയുമായിട്ട് നിന്നെ വരും. അവർ ഇല്ലാത്തത് കൊണ്ട് സിസിലിയെ നോക്കുന്ന പണിക്കും മിലിക്കാണ്. അടുത്ത ദിവസം സിസിലിയെ ബാലെ ക്ലാസ്സിന് കൊണ്ടുവന്നത് മിലിയാണ്. സിസിലി അത്ര നന്നായിട്ടൊന്നും ഡാൻസ് കളിക്കുന്നില്ല. ഇത് കണ്ട് അടുത്തിരുന്ന ഒരു സ്ത്രീ പറയും, അവളെ ആരും വഴക്ക് പറയില്ല. കാരണം അത്രയും മോശം സിറ്റുവേഷനിൽ കൂടിയാണ് ആ കുട്ടി കടന്നു വന്നിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല. അവളുടെ അമ്മ നിനയുടെ മെന്റൽ ഇഷ്യൂസ്
സിസിലി ചെറുതായിരുന്നപ്പോൾ നിന്നെ അവളെ ബാത്ടബിൽ മുക്കി കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച് ആൻഡ്രൂ പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് അവർ നിനക്ക് മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി മാസങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. മിലി ക്ലാസ് കഴിഞ്ഞ് സിസിലിയെ കൊണ്ട് തിരികെ വരുമ്പോൾ പുറത്ത് പണിയൊക്കെ ചെയ്യുന്ന ആൾ അവിടെ തന്നെ നിൽക്കുവാണ്. ഏയ്, നിങ്ങൾക്ക് ഈ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയോ? നിനക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. ഇത്ര പറയാനേ നിന്നെ അനുവദിച്ചുള്ളൂ. നീ എന്താ അയാളോട് സംസാരിക്കുന്നേ? ശരി, എന്താ ഇത്? നിങ്ങളുടെ മ്യൂസിക്കൽ പ്രോഗ്രാമിനുള്ള ടിക്കറ്റ് നിന്നോട് ആര് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ? നിങ്ങളല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, നീ ഇത് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പോഴേക്കും ആൻഡ്രൂ അങ്ങോട്ടേക്ക് വന്നു. ആൻഡ്രൂ, നോക്ക്, ഇവൾ നമ്മളോട് ചോദിക്കാതെ മ്യൂസിക്കൽ പ്രോഗ്രാമിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. അവൾ ടിക്കറ്റിന്റെ പൈസ തിരികെ തരണം. ആൻഡ്രൂ ആണെങ്കിൽ നിന്നെ കൂളാക്കി അകത്തേക്ക് പറഞ്ഞയച്ചു. നീ പൈസ ഒന്നും തരണ്ട മിലി. സത്യം പറഞ്ഞ അത് കേട്ടപ്പോ ആണ് മിലിക്ക് ആശ്വാസമായത്. കാരണം അവരുടെ ഒരു മാസത്തെ സാലറി ഒന്നും പോരാ ടിക്കറ്റിന്റെ വിലക്ക്. അടുത്ത ദിവസം നിനയും സിസിലിയും ക്യാബിന് പോയ ടൈമിൽ ആൻഡ്രൂ മിലിയോട് എന്തായാലും ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, വരുന്ന സാറ്റർഡേ നിനക്കും വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, നീയും നിന്റെ ഒരു ഫ്രണ്ടും കൂടി പൊയ്ക്കോ. എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ. മിലിയും ഹാപ്പിയായി. നിന അന്ന് മിലിക്ക് കൊടുത്ത ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആൻഡ്രൂയും മിലിയും ഷോയ്ക്ക് പോയി. പിന്നെ ബുക്ക് ചെയ്ത ആ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്തു. റൂമിലെത്തിയ മിലി ഫോൺ ചെക്ക് ചെയ്തപ്പോൾ നിനയുടെ ഒരു 10-60 മെസ്സേജും കോൾസും. എന്തായാലും പണി പോകുമെന്ന് മനസ്സിലാക്കിയ മിലി പോയി ആൻഡ്രൂവിനോട് കാര്യം പറഞ്ഞു. നീ ഇതൊന്നും കാര്യമാക്കണ്ട. അല്ല, അവൾ കാര്യമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് ഈ ജോലി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ രണ്ടുപേരും ആശ്വസിപ്പിച്ച് അതിന്റെ അങ്ങ് പീക്ക് ലെവലിലേക്ക് അങ്ങ് പോകും കേട്ടോ. അടുത്ത ദിവസം രാവിലെ ആൻഡ്രൂവിന്റെ ഫോണിൽ നിനയുടെ മെസ്സേജ്. നിന രാവിലെ തന്നെ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തും. അതിനു മുമ്പ് നമ്മൾ അവിടെ എത്തണം. നിന ഇത് ഒരിക്കലും അറിയാൻ പാടില്ല. അവളും ഇല്ല എന്ന് സമ്മതിച്ചു. കാരണം എങ്ങാനും അറിഞ്ഞാൽ അവളുടെ ജോലിയും തെറിക്കുമല്ലോ. എന്തായാലും നിനയും സിസിലിയും എത്തുന്നതിന് മുമ്പേ ആൻഡ്രൂവും മിലിയും എത്തി. നിന എത്തുന്നതിന് മുന്നേ തന്നെ മിലി ഫുഡൊക്കെ ഉണ്ടാക്കി. നിനക്ക് സംശയമൊന്നും തോന്നരുതല്ലോ. ഫുഡ് കഴിക്കുന്നതിനൊക്കെ നീ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ആണ്. നീ ജയിലിൽ നിന്നപ്പോൾ കുക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇത് കേട്ടത് മിലിയുടെ 4 വശത്ത് നിന്ന് മൂളക്കുരു ഇങ്ങനെ പറന്നുപോയി. നിനയുടെ ചോദ്യം കേട്ട് ആൻഡ്രൂവും ഞെട്ടും. കാരണം മിലിയുടെ ഫ്ലാഷ് ബാക്ക് ഒന്നും അവനും അറിയില്ലല്ലോ. ഇവളിവിടെ വരുന്നതിന് മുമ്പ് 10 വർഷത്തോളം ജയിലിലായിരുന്നു. ശരിയല്ലേ? മിലി ആണെങ്കിൽ വിളറി വെളുത്ത് നിൽക്കുവാണ്. ശരി, നിന്റെ കയ്യിലിരിക്കുന്നത് പഴയ കാറല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കാർ എടുത്തു. എന്നിട്ട് സിസിലിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാ. ഇവൾ അന്യന്റെ പ്രോ വെർഷൻ ആണെന്നാ തോന്നുന്നേ. മിലിയുടെ മൈൻഡ് മുഴുവൻ ഇതെങ്ങനെ നിന്നെ അറിഞ്ഞെന്നായിരുന്നു. അപ്പൊ എല്ലാ സത്യങ്ങളും മറന്നു വെച്ചാണോ തന്നെ ജോലിക്ക് എടുത്തത്? നിന എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് മിലിക്ക് തന്നെ അറിയാം. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മിലി നിനയുടെ ഫ്രണ്ടിനെ കണ്ടു. ഇതാണല്ലേ നിനക്ക് തന്ന പുതിയ ഫോൺ? ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്? എനിക്കറിയില്ല, ഞാനിത് വർക്കിന്റെ ആവശ്യത്തിന് മാത്രമാണ് എടുക്കാറ്. മോളെ, നിനക്കിത് ഇഷ്ടദാനം തന്നതൊന്നുമല്ല. നീ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി തന്ന സാധനം അത്. അതായത് നിന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. സംഭവം അവൾക്ക് മനസ്സിലായി നിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്ന്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതാ പോലീസ്. കാർ മോഷ്ടിച്ചെന്ന് കംപ്ലൈന്റ് കിട്ടിയതിന്റെ പേരിൽ മിലിയെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരുന്നു. പക്ഷെ ആൻഡ്രൂ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി. സോറി ആൻഡ്രൂ, ഞാൻ നിന്നോട് എന്റെ പാസ്റ്റ് ഒന്നും പറയാത്തതിൽ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നീ അത് വിട്ടേക്കും മിലി. എന്തായാലും എല്ലാ കാര്യങ്ങളും നിന്നെ അറിഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തി ആൻഡ്രൂ നിന്നയോട് നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ആ ബുക്ക് ചെയ്തിരുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമിന് പോയല്ലേ? ബുക്ക് ചെയ്ത ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തു. പിന്നെ ബാക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന, നീ ഇനിയും ഇവളെ ദ്രോഹിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. നിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കണോ? അതിന്റെ ഇടയിൽ കൂടി അവള് കയറി ഗോൾ അടിക്കുന്നത് നോക്കണേ. നിന്നെ മിലിയുടെ കാരണം പുളക്കം ഒരെണ്ണം കൊടുത്തു. കാർ എടുത്ത് ഒറ്റ പോക്ക്. ഇവിടെ ആൻഡ്രൂ ആണെങ്കിൽ അടി കിട്ടിയ കവിളിൽ ഐസ് ഒക്കെ വെച്ച് കൊടുക്കുവാണ്. ഞാൻ നാളെ തന്നെ വക്കീലിനെ കാണുന്നുണ്ട്. പിന്നെ സിസിലിയുടെ പ്രൊട്ടക്ഷൻ അതൊന്നും നോക്കണം. പിന്നെ നീ എന്നും എന്റെ കൂടെ വേണം. അന്ന് മുതൽ നിനയില്ലാത്തത് കൊണ്ട് മിലിയും ആൻഡ്രൂവും അടിച്ചു പൊളിച്ചങ്ങ് തകർക്കുവാണ്. ഒരു ദിവസം മിലി ആൻഡ്രൂവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണ്. അതും അവന്റെ അമ്മ കൊണ്ടുവന്ന ഫേവറേറ്റ് പ്ലേറ്റിൽ. പെട്ടെന്ന് ആ ജോലിക്കാരൻ ഡോറിൽ കൂടെ അവളെ രൂക്ഷമായി നോക്കുവാണ്. അത് കണ്ട് പേടിച്ച് മിലിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീണ് പൊട്ടിച്ചിതറും. ഒച്ച കേട്ട് ആൻഡ്രൂ താഴേക്ക് വന്ന് കാര്യം തിരക്കും. മിലി നടന്ന സംഭവം എല്ലാം പറയും. ഇത് കേട്ട ആൻഡ്രൂ അപ്പൊ തന്നെ അവന് 2 തെറിയും വിളിച്ച് അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും. ശേഷം മിലിയുടെ അടുത്ത് വന്നിട്ട് ഏതായാലും നീ ഈ പൊട്ടിയ പ്ലേറ്റ്സ് ഒന്നും കളയണ്ട. പുതിയ പ്ലേറ്റ് ഒക്കെ ശരിയാക്കി തരുന്ന ഒരാളെ എനിക്കറിയാം. അടുത്ത ദിവസം ആൻഡ്രൂ ഒരു കുപ്പി ഷാമ്പെയിനൊക്കെ വാങ്ങി മുൻപ് മിലി ഉപയോഗിച്ചിരുന്ന ഏറ്റവും മുകളിലത്തെ റൂമിൽ പോയി 2 എണ്ണം കൂടി അടിച്ചിട്ട് ഫിറ്റായി നല്ലപോലെ എൻജോയ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന മിലി കാണുന്നത് നേരത്തെ അവളുടെ റൂം തന്നെയാണ്. പക്ഷെ അവിടെ കാലിയായി കിടക്കുവാണ്. ആൻഡ്രൂവും ഇല്ല. കുറെ നേരം ഡോറിൽ തട്ടിയ ശേഷം പുറത്തു നിന്നൊരു ശബ്ദം. അത് ആൻഡ്രൂ ആണ്.
ആൻഡ്രൂ കളിക്കാതെ ഡോറ് തുറക്ക്. ശരിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിന്നെ കരയുമല്ല പൊട്ടിച്ചിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാൻസം ഗേ ആൻഡ്രൂ ഒരു സൈക്കോ ആണ് കേട്ടോ. അവനെ പേടിച്ചാണ് അവൾ ഇത്രയും നാൾ ആ വീട്ടിൽ താമസിച്ചത്. ഇനി നമുക്ക് നിനയുടെ പാസ്റ്റ് കാണാം. നിനയുടെ പാരന്റ്സ് ഫയർ ആക്സിഡന്റിൽ മരിച്ചെന്നും അതിന്റെ റീസൺ അവളാണെന്നുമല്ലേ ആൻഡ്രൂ നിനയോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നിന്നെ നിരപരാധിയാണ്. നിന്നെ പഠിച്ചതൊക്കെ പിന്നെ ഹോസ്റ്റലിലൊക്കെയാണ്. സ്കോളർഷിപ്പ് കിട്ടിയത് കൊണ്ട് നിനക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെയുള്ള അല്പം പ്രായം കൂടിയ ഒരു പ്രൊഫസറുമായി അവൾ ഇഷ്ടത്തിലായി. അതിലൊരു കുഞ്ഞും ജനിച്ചു. അവളാണ് നമ്മുടെ സിസിലി. എന്നാൽ ആ പ്രൊഫസർക്ക് മറ്റൊരു കുടുംബം ഉള്ളത് കൊണ്ട് അയാൾ സിസിലിയെയും നിനെയും നൈസായിട്ട് ഒഴിവാക്കി. അതിനുശേഷമാണ് അവൾ ആൻഡ്രൂവിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയതും ആൻഡ്രൂവിനെ പരിചയപ്പെട്ട് റിലേഷൻഷിപ്പിലാകുന്നതും. നീന വരുന്നതിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയുമായി ആൻഡ്രൂ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അവൾ ആൻഡ്രൂവിനെ ഒഴിവാക്കി പോയതെന്നാണ് ആൻഡ്രൂ നിനയോട് പറഞ്ഞിരുന്നത്. പക്ഷെ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൻഡ്രൂ അവളെ തന്റെ കൺട്രോളിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. എങ്ങനെയോ അവൾ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതൊന്നും നിനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നിനയും ആൻഡ്രൂവും അവന്റെ വീട്ടിൽ താമസിക്കുന്ന ടൈമിൽ ആൻഡ്രൂവിന് നിനയുടെ മുടി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒരു ദിവസം നിനയെ ഏറ്റവും മുകളിലത്തെ ആ മുറിയില്ലേ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് തലയിൽ നിന്ന് 100 മുടി എണ്ണി പിഴുതെടുക്കാൻ പറഞ്ഞു. ഇവനിത് എന്ത് ജാതി സൈക്കോ എന്ന് എനിക്ക് തോന്നിയെങ്കിലും ആദ്യമൊന്നും അവൾ ചെയ്തില്ല. പിന്നെ എത്ര എന്ന് വെച്ച ആ അടച്ചിട്ട മുറിയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിടക്കുന്ന അവസാനം അവൾ 100 മുടി പിഴുതെടുത്തു. എന്നിട്ട് അവൻ കൊടുത്ത ഒരു എൻവലപ്പിനുള്ളിലാക്കി ഡോറിന്റെ അടിയിലൂടെ പുറത്തേക്ക് വെച്ചു. അതിനുശേഷമാണ് ആൻഡ്രൂ അവളെ പുറത്തേക്ക് വിട്ടത്. ആൻഡ്രൂ സിസിലി എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. ആക്ച്വലി അവൾക്ക് ഭ്രാന്തൊന്നുമില്ല. പിന്നെ ആൻഡ്രൂവിനെയും മിലിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് അന്യനായിട്ടൊക്കെ അഭിനയിച്ചത്. മിലിയെയും ആൻഡ്രൂവിനെയും അടുപ്പിക്കാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നിന്നെ ചെയ്യുകയും ചെയ്തു. എന്തായാലും മിലിയും ആൻഡ്രൂവും സെറ്റ് ആയാൽ ആൻഡ്രൂ തന്നെ നിന്നെ പുറത്താക്കുമെന്ന് അവൾക്കറിയാം. സംഭവമെല്ലാം നിന്നെ വിചാരിച്ച പോലെ നടക്കുകയും ചെയ്തു. ഇതിന് നിന്നെ മിലിയെ തന്നെ സെലക്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ ആൻഡ്രൂവിനെ പോലെ ഒരു വൃത്തികെട്ടവനെയാണ് മിലി അവളുടെ സ്കൂൾ ടൈമിൽ കൊന്നത്. എന്തായാലും ആൻഡ്രൂവിന്റെ കാര്യവും മിലി നോക്കിക്കോളൂ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്ത ശേഷമാണ് നിന മിലിയെ ജോലിക്കെടുത്തത് പോലും. ഇവിടെ മിലിയാണ് എല്ലാ റൂമിനകത്ത് കിടന്ന് വട്ട് പിടിച്ച അവസ്ഥയിലെ. നീ എന്റെ അമ്മ കൊണ്ടുവന്ന സ്പെഷ്യൽ പ്ലേറ്റ് ആണ് നശിപ്പിച്ചത്. അതിന് ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ മിലി. നീ ഈ പ്ലേറ്റ് 21 പീസായല്ലേ പൊട്ടിച്ചത്. അതുകൊണ്ട് ഇതിൽ നിന്ന് മൂർച്ചയുള്ള ഒരു പ്ലേറ്റിന്റെ പീസ് എടുത്ത് നിന്റെ വയറിൽ 21 മുറിവുകൾ ഉണ്ടാക്കണം. നീ എന്തായി പറയുന്നത്? നീ ഒരു സൈക്കോ ആണോ? ആൻഡ്രൂ പ്ലേറ്റിന്റെ ഒരു മുറിഞ്ഞ കഷ്ണം എടുത്ത് ഡോറിന്റെ അടിയിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. നീ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. എന്നിട്ട് നിന്നെ തുറന്നു വിടണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. ശരി, കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നീ ചെയ്യേണ്ടി വരും. അതായത് നല്ല നീളത്തിലും ആഴത്തിലും വേണം ചെയ്യാൻ. പിന്നെ റൂമിൽ ക്യാമറയും ഉണ്ട്. അതുകൊണ്ട് നീ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് ഫോണിൽ കൂടി അറിയാൻ പറ്റും. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിലി പറഞ്ഞ പോലെ ചെയ്തു. കൂടാതെ ആ റൂമിലുള്ള ഒരു മേശയ്ക്കുള്ളിൽ ഒരു കത്തീനിനെ മിലിക്കായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മിലി അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. 21 മുറിവും മിലി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞ ശേഷം ആൻഡ്രൂ ഡോർ തുറന്ന് മിലിയുടെ അടുത്തേക്ക് വന്നു. നോക്ക് മിലി, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ നീ എന്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യണം. ഒരു ചെറിയ തെറ്റിന് പോലും ഞാൻ വലിയ ശിക്ഷയായിരിക്കും തരുന്നേ. ഇത് കേട്ടതും പാവം പോലെ തളർന്നു കിടന്ന മിലി കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ആൻഡ്രൂവിന്റെ കഴുത്തിൽ ഒറ്റ കുത്ത്. എന്നിട്ട് അവന്റെ ഫോണും എടുത്ത് അവനെ അകത്താക്കി അവൾ പുറത്തു നിന്ന് ലോക്ക് ചെയ്തു. മോനെ, ഇനി നീ അവിടെ കുറച്ചു നേരം കിടക്ക്. ഞാൻ പോയൊരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് വരാം. മിലി ആൻഡ്രൂവിന് വേണ്ട കുറച്ച് പണി ആയുധങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് വന്നു. മിലി, നീ പുറത്തുണ്ടോ? സോറി മിലി, എനിക്ക് അബദ്ധം പറ്റിയതാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ ഡോറ് തുറക്കുവോ? അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും എന്താ. നിനക്ക് വെള്ളം തരാം, ഇപ്പോ അല്ല. മിലി ഒരു പ്ലെയർ എടുത്ത് ഡോറിന്റെ അടിയിലൂടെ ഇട്ടു കൊടുത്തു. നീ ഒരു കാര്യം ചെയ്, ഇത് വെച്ച് നിന്റെ മുൻപിലത്തെ പല്ലെടുത്തങ്ങ് കളയും. നിന്റെ ചിരി കൊണ്ടല്ലേ നീ എല്ലാവരെയും വീഴ്ത്തുന്നത്. പോരാത്തതിന് നിന്റെ അമ്മയ്ക്ക് നിന്റെ ചിരി ഭയങ്കര ഇഷ്ടമല്ലേ. അതിനി വേണ്ട. ഇല്ല, ഞാൻ ചെയ്യില്ല. എന്നാ ശരി, നിന്റെ അമ്മ നിനക്കായിട്ട് കൊണ്ടുവന്ന വില കൂടിയ സ്പെഷ്യൽ ടീപോട്ട്സില്ലേ, ഞാനതങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് അവൾ അതങ്ങ് താഴെയിട്ട് പൊട്ടിച്ചു. പിന്നെ അതിന്റെ കൂടെയുള്ള ബാക്കി കപ്പും സോസസും എല്ലാം. എന്നിട്ടും അവൻ അനുസരിക്കാത്തത് കൊണ്ട് അവൾ ക്യാനിലിരുന്ന പെട്രോൾ എടുത്ത് താഴെക്കൂടി റൂമിലേക്ക് ഒഴിച്ചു. എന്തായാലും നീ ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാനിപ്പോ തീയിടും. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ആൻഡ്രൂ പ്ലെയർ എടുത്ത് അവന്റെ മുൻപിലത്തെ പല്ലങ്ങെടുത്തു. ഇതെല്ലാം മിലി ഫോണിലൂടെ കാണുന്നുണ്ട്. ശരി, നീ ആ പല്ല് ഡോറിന്റെ അടിയിലൂടെ പുറത്തേക്കിട്. ശരി, ഞാൻ നാളെ വരാം. മിലി എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് അലറുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് പോലും ചെയ്തില്ല. അന്ന് രാത്രി മിലി ഒരു ഷാമ്പയിനൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ടിരിക്കുവാണ്. ഒരു മനസ്സമാധാനം വരാത്തത് കൊണ്ട് നിന ആ വീട്ടിലേക്ക് വന്നു. പുറത്തു നിന്ന് നോക്കിയപ്പോൾ മുകളിലത്തെ റൂമിൽ ലൈറ്റ് കിടക്കുന്നു. നിന കരുതി ആൻഡ്രൂ മിലിയെ അതിനുള്ളിൽ ലോക്ക് ചെയ്തിരിക്കുമായിരിക്കുമെന്ന്. നിന പതുക്കെ മിലിയെ രക്ഷിക്കാൻ മുകളിലേക്ക് പോയി. നിന വന്നത് മിലി അറിഞ്ഞതുമില്ല. അവൾ മുകളിലെത്തി ഡോർ തുറന്നതും എന്തോ വെളിപാടുണ്ടായതുപോലെ മിലി അങ്ങോട്ടേക്ക് വന്നു. അവൾ നിന എന്ന് വിളിച്ചത് നിന 2 ലോക്കും തുറന്നിരുന്നു.
മോളെ നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു എന്നും പറഞ്ഞ് ആൻഡ്രൂ പുറത്തേക്ക് വന്നു. ആൻഡ്രൂ നിന്നെ ഒറ്റ തള്ളു. ഈ സമയം മിലി അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് എടുത്ത് അവന്റെ തലക്കിട്ട് ഒറ്റയടി. ആൻഡ്രൂ പിറകെ ഓടി മിലിയെ പിടിച്ചു. മിലി ആണെങ്കിൽ അവന്റെ കഴുത്തിലെ ആ മുറിവിൽ കുറെ ഇടി അങ്ങ് കൊടുത്തു. എന്നിട്ട് ഒറ്റ ഓട്ടം. പിന്നാലെ ആൻഡ്രൂ ഓടിയെങ്കിലും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആൻഡ്രൂ നേരെ നിനയുടെ അടുത്ത് പോയിട്ട് ഞാൻ എന്നോട് ചെയ്തത് വലിയ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കണം. ആൻഡ്രൂ നിനയുടെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുവാണ്. അന്നേരം മിലി പിറകിലൂടെ വന്ന് ആൻഡ്രൂവിനെ ഒറ്റ തള്ള. ആൻഡ്രൂ സ്പോട്ടിൽ തന്നെ തീർന്നു. നിന അവിടെ നിന്ന് ഒരു ബൾബ് താഴെയിട്ട ശേഷം ഞാൻ പോലീസിനോട് ആൻഡ്രൂ ബൾബ് നന്നാക്കുന്ന ടൈമിൽ കാല് തെറ്റി വീണതാണെന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. നീ ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് നിന്ന മിലിയോട് പറഞ്ഞു. അവിടുന്ന് സീൻ കട്ടായി നമ്മൾ കാണുന്നത് പോലീസ് നിനയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സീനാണ് കേട്ടോ. നിന പോലീസിനോട് ആൻഡ്രൂ ബൾബ് നന്നാക്കുന്നതിനിടയ്ക്ക് കാല് വഴുതി താഴെ വീണ് മരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ കഴുത്തിലെ മുറിവോ? മാത്രമല്ല അവന്റെ മുൻപിലത്തെ ഒരു പല്ലും പോയിട്ടുണ്ട്. നിന പെട്ട അവസ്ഥയിലായി. ശരി, നീ പേടിക്കണ്ട, ഞാൻ കാതറിന്റെ സിസ്റ്ററാണ്. നിനക്ക് മുൻപ് ആൻഡ്രൂ ടോർച്ചർ ചെയ്ത പെൺകുട്ടിയില്ലേ, അവൾ തന്നെ. ഇവൾക്കും ആൻഡ്രൂവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ആൻഡ്രൂവിന്റെ സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ട് ചെയ്തു. അടുത്ത ദിവസം ആൻഡ്രൂവിന്റെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുമ്പോൾ മിലി അവിടേക്ക് വരും. നിന്നോട് ഞാൻ ഇവിടുന്ന് മറ്റെവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞതല്ലേ, ഞാൻ പരോളിലാണ്, എനിക്ക് അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല നിന. പിന്നീട് നമ്മൾ കാണുന്നത് നിന പറഞ്ഞിട്ട് മിലി മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ്. സംസാരിക്കുന്നതിനിടയ്ക്ക് ആ വീട്ടുടമസ്ഥയുടെ കയ്യിൽ അടികൊണ്ട പാടുകൾ മിലി കണ്ടു. എന്തായാലും നിന്നെ തന്നെ വെറുതെയല്ല ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് മിലിക്ക് മനസ്സിലായി. ഇവളുടെ ഹസ്ബൻഡും ആൻഡ്രൂവിനെ പോലൊരു സൈക്കോ പാത്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ കൈകാര്യം ചെയ്യാനാണ് നിന മിലിയെ ഇങ്ങോട്ടേക്ക് അയച്ചത്.